വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ഡിസ്ക്ലെയിമർ. ഹമാസിനെ ഫുള്ളായി സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ കഴിയുന്നതും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയിക്കോ. കാരണം ഞാൻ പറയുന്ന കുറച്ച് സത്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ദഹിച്ചു എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ ഡിസ്ക്ലെയിമർ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തത്, എന്തുകൊണ്ടാണ് കേരളത്തിലുള്ള ജനങ്ങൾ തന്നെ ഇത്രമാത്രം പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തത്, അതായത് ഈ കേരളത്തിൽ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ 100ൽ 1 ഭാഗം പോലും ആൾക്കാർ, അതായത് ഇപ്പോൾ മുസ്ലിം രാജ്യങ്ങളെ സൗദി അറേബ്യയോ ഇറാനോ ഇറാഖോ തുടങ്ങിയ രാജ്യങ്ങളിലൊന്നും തന്നെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്. മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനെ ഇന്നടിക്കും, നാളെ അടിക്കും, നാളെ തന്നെ അടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച തൊട്ട് തന്നെ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ 2-3 മാസം തൊട്ട് ഇറാൻ നല്ല ശക്തമായിട്ട് റിറ്റാലിയേറ്റ് ചെയ്യാൻ പോകാൻ തന്നെ കുറെ ഇൻഫർമേഷൻ നമ്മളും അത് വീഡിയോ ആയി ചെയ്തതാണ്. പക്ഷേ ഇറാൻ അങ്ങനെ ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് പിന്നീട് നമ്മൾ ഫോളോ അപ്പ് വീഡിയോ ഒന്നും ചെയ്യാത്തത്. എന്തുകൊണ്ടാണ് ഇറാൻ ഇസ്രായേലിനെ അടിക്കാൻ പേടിക്കുന്നത്. നാലാമത്തെ കാര്യം, അതായത് ഈ യുദ്ധം തുടങ്ങിയ ഒക്ടോബർ 7 അന്ന് യുദ്ധം തുടങ്ങിയ അന്ന് തൊട്ട് ഇന്ന് വരെ പ്രധാനമായിട്ടും എന്തെല്ലാമാണ് സംഭവിച്ചത്, എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിച്ചത് ഉള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോ ഇട്ടെടുക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൽ നിന്ന് നമുക്ക് കിടക്കാം. അതായത് എന്തുകൊണ്ടാണ് കേരളത്തിലുള്ളതും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള മുസ്ലിംസ് എല്ലാം തന്നെ പാലസ്തീനെ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെല്ലാം പറയുന്നത്, അതായത് ഇന്നസെന്റ് ആയ ജനങ്ങൾ കൊല്ലപ്പെടുന്നു, അതിനെ എതിർത്താണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇന്നസെന്റ് ആയ ആൾക്കാർ മരണപ്പെടുന്നതാണ് ഇവിടെ വിഷയമെങ്കിൽ, ഇതേ സമയത്ത് ഇതിനു മുമ്പ് തന്നെ ഏകദേശം 3 വർഷമായിട്ട് റഷ്യ ഉക്രൈൻ വാർ നടക്കുന്നുണ്ട്. അതിലും ആൾക്കാർ മരണപ്പെടുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ടുകൾ, അതുപോലെ തന്നെ എപ്പോഴേലും ഐ സ്റ്റാൻഡ് വിത്ത് ഉക്രൈൻ എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ടുകൾ ഇവിടെ കണ്ടിട്ടുണ്ടോ. അപ്പോൾ ഈ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നവര് മനുഷ്യരെ അല്ല സപ്പോർട്ട് ചെയ്യുന്നത്, ഇവിടെ മതത്തിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, മുസ്ലിം എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും അത് മാത്രമല്ല, അതായത് മുസ്ലിമാണ്, അതായത് ഇപ്പോൾ ഞാനൊരു മുസ്ലിമാണ്, അതുകൊണ്ട് മുസ്ലിം രാജ്യമായ പാലസ്തീനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ഓപ്പണായി പറയുന്നവരുണ്ടെങ്കിൽ അവർക്ക് മറ്റൊരു ചോദ്യം, അതായത് ഇതേ മുസ്ലിംസ് തന്നെ, ഇതേ കുട്ടികൾ തന്നെ, അതിലും പിഞ്ചു കുട്ടികളെയാണ്, അതായത് ഉയ്ഗുരു എന്ന് പറയുന്ന പർട്ടിക്കുലർ മുസ്ലിമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ. അതിനെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ട് താഴെ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. അതായത് ചൈനയിൽ, അതായത് ഇപ്പോൾ പാലസ്തീനിൽ 39,000 പേര് മരണപ്പെട്ടു എന്നാണ് പാലസ്തീനിലുള്ള ബോർഡെല്ലാം പറയുന്നത്. പക്ഷെ ചൈനയിൽ ഏകദേശം 15 ലക്ഷം മുസ്ലിംസുകളെയും അതുപോലെ തന്നെ കുട്ടികളെയും മാതാപിതാക്കളെയുമാണ് കൊന്നത്. അന്ന് എന്തുകൊണ്ട് ഈ മുസ്ലിം രാജ്യങ്ങളായിക്കോട്ടെ അതുപോലെ തന്നെ ഇന്ത്യയിലായിക്കോട്ടെ ഒരു വട്ടം പോലും ഐ സപ്പോർട്ട് വിത്ത് ഉയ്ഗുരു മുസ്ലിംസ് എന്ന് പറയാത്തത്. അപ്പോൾ ഇപ്പോഴും, അതായത് ചൈനയിൽ ഓരോ മോസ്ക് വെച്ച് തകർത്തുകൊണ്ടിരിക്കുക, അതുപോലെ തന്നെ അവിടെയുള്ള മുസ്ലിങ്ങളെ അവർ പരമാവധി ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ്, അപ്പോൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പാലസ്തീനുള്ളവർ മാത്രമാണ് ജനങ്ങൾ, അതുപോലെ തന്നെ അവിടെയുള്ളവരാണ് മുസ്ലിംസ്. അപ്പോൾ ഇവിടെയുള്ള മുസ്ലിംസ് എന്ത് പറ്റി. അപ്പോൾ ഇതുകൊണ്ടാണ്, അതായത് എപ്പോഴും ഡബിൾ സ്റ്റാൻഡേർഡായി, അതായത് സോഷ്യൽ മീഡിയ എന്ത് കാണിക്കുന്നോ, എന്ത് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ വ്യൂസ് കിട്ടുന്നോ അതോ ആൾക്കാർ ചർച്ച ചെയ്യുള്ളൂ, അല്ലാതെ മറ്റൊരു കാര്യമൊന്നും ചർച്ചയില്ല. ഇത് തന്നെയാണ് ഉയ്ഗുരു മുസ്ലിംസിൽ സംഭവിച്ചത്, റഷ്യ ഉക്രൈൻ വാറിൽ സംഭവിച്ചത്. ഇപ്പോൾ റഷ്യ ഇത്രമാത്രം, അതായത് ഇന്റൻസീവ് ഒന്നും കാണിക്കാതെ മെല്ലെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അവിടെയുള്ള ജനങ്ങൾക്കില്ലെങ്കിലും ഈ ഉയ്ഗുരു മുസ്ലിംസിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് ഇവർ ശ്രദ്ധ വിട്ടുപോകുന്നു എന്നാണ് എന്റെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. എന്തുകൊണ്ടാണ്, അതായത് അറബ് രാജ്യങ്ങളൊന്നും തന്നെ പാലസ്തീനെ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യാത്തത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന ഹമാസിന്റെ ഫേമസ് ആയ ഒരു ലീഡർ മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ വരെ റാലി നടന്നു എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ട്, ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ആർക്കെങ്കിലും ഉണ്ടോ. അതായത് ഇസ്മായിൽ ഹനിയ ആരാണ്, ഹമാസിന്റെ ഒരു ലീഡർ. അവർക്കും കേരളവുമായിട്ട് എന്താ ബന്ധം, ഒരു ബന്ധവുമില്ല. പക്ഷെ ഇതേ റാലി സൗദി അറേബ്യ, UAE, ദുബായ് തുടങ്ങിയ രാജ്യങ്ങളൊന്നും കണ്ടില്ല. എന്തുകൊണ്ട്. അതുപോലെ തന്നെ ഈ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം തുടങ്ങി കഴിഞ്ഞപ്പോൾ കേരളത്തിൽ, അതായത് പാലസ്തീന്റെ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇവിടെ ഭയങ്കര പ്രതിഷേധം, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും തന്നെ, അതായത് ഈ മുസ്ലിം രാജ്യങ്ങൾ ഇല്ലായിരുന്നു. അതിലും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഡീറ്റെയിൽസ് എടുത്തു നോക്കാം. അതായത് UAE 2021 അതായത് ഒരു പാകിസ്ഥാനി സ്റ്റുഡന്റ് ജയ് പാലസ്തീൻ എന്ന് പറയുന്ന ഒരു സ്ലോഗൻ വിളിച്ചു. ഉടനെ UAE ഗവൺമെന്റ് എന്താ ചെയ്തതെന്ന് വെച്ചോ, അതായത് അവനെ അറസ്റ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ പാകിസ്ഥാനിലോട്ട് ഡീപ്പോർട്ട് ചെയ്തു. സ്റ്റുഡന്റ് ആണെന്ന് പോലും നോക്കിയില്ല. അതേപോലെ തന്നെ 2022 മറ്റൊരു സ്റ്റുഡന്റ് അതേപോലെ തന്നെ ഒരു സ്ലോഗൻ ഉയർത്തി UAE. പെട്ടെന്ന് അവരെയും അറസ്റ്റ് ചെയ്ത് ആ രാജ്യത്തോട്ട്, അതായത് ഏത് രാജ്യമാണോ അങ്ങോട്ട് ഡീപ്പോർട്ട് ചെയ്യാണ് ഉണ്ടായിരുന്നത്. അവിടെ ജയ് പാലസ്തീൻ എന്ന് പറഞ്ഞ ആ ഒരു സ്ലോഗൻ വിളിക്കാൻ പോലും അവിടെ അനുവാദമില്ല. അതാണ് യഥാർത്ഥത്തിൽ സത്യം. അത് മാത്രമല്ല, സൗദി അറേബ്യ എന്നാൽ സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ, അതായത് അറബ് ലോകത്തിലെ ഏറ്റവും വലിയ ലീഡറായി കരുതപ്പെടുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ. അവർ സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ അവരുമില്ല. ഇപ്പോൾ സൗദി അറേബ്യന്റെ പുതിയ ടെക്സ്റ്റ് ബുക്കിലല്ല തന്നെ ഇസ്രായേലിന്റെ നടുക്കാണല്ലോ പാലസ്തീൻ എന്ന് പറഞ്ഞ ഈ ഒരു രാജ്യം. അപ്പോൾ ഈ ഒരു രാജ്യത്തിന്റെ, അതായത് മാപ്പ് തന്നെ അവർ എടുത്തു കളഞ്ഞ് ഇസ്രായേൽ എന്ന് പറഞ്ഞ തനിച്ച് മാപ്പാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ്, അതായത് അവർക്ക് തന്നെ വിശ്വാസമില്ല പാലസ്തീൻ ഇനി എക്സിസ്റ്റ് ആവുമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് അവരത് എടുത്തു കളഞ്ഞത്. എന്നാൽ അത് മാത്രമല്ല, അതായത് ഇറാൻ ഇസ്രായേലിന് എതിരെ അറ്റാക്കുകൾ നടത്തി, അതായത് പാലസ്തീന് വേണ്ടിയാണല്ലോ ഇറാൻ നടത്തിയത്. ആ ഒരു അറ്റാക്ക് സൗദി അറേബ്യന്റെ ആണ് ഇസ്രായേലിന്, അതായത് ഇന്ന അറ്റാക്കുകളാണ് വരാൻ പോകുന്നത്,
ഉള്ള ഇന്റലിജൻസ് റിപ്പോർട്ടിലാണ് തന്നെ ചോർത്തി കൊടുത്തതും ഇതേ സൗദി അറേബ്യനാണ്. എന്തുകൊണ്ട്? അതായത് അവർക്ക് ഈ പാലസ്തീനോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ അവർ എന്തുകൊണ്ടാണ് അത് ചെയ്തത്? എന്നാൽ മറ്റ് അറബ് രാജ്യങ്ങൾ നോക്കാം, അതായത് ഈജിപ്റ്റ് ആയിക്കോട്ടെ, സുഡാൻ ആയിക്കോട്ടെ, മൊറോക്കോ ആയിക്കോട്ടെ, ഖത്തർ ആയിക്കോട്ടെ, ബഹ്റൈൻ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം എടുത്തു നോക്ക്. 2020 തൊട്ട് അവർ ഇസ്രായേലുമായിട്ട് റിലേഷൻഷിപ്പിലാണ് വരുന്നത്. അതായത് അവർ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് പരസ്പരം എഗ്രിമെന്റ് വരെ സൈൻ ചെയ്തതാണ്. എന്നാൽ ഈ രാജ്യങ്ങളൊക്കെ പറയണ്ടേ, അതായത് ഞങ്ങൾ ഇസ്രായേൽ ഇങ്ങനെ ചെയ്യുന്നതെല്ലാം തന്നെ തെറ്റാണ്, ഞങ്ങൾ ഈ റിലേഷനിൽ നിന്നും അതുപോലെ തന്നെ ഇതുവരെ സൈൻ ചെയ്ത എല്ലാ എഗ്രിമെന്റിൽ നിന്നും പുറത്തു വരാമെന്ന് ഈ ഏതെങ്കിലും ഒരു രാജ്യം പറഞ്ഞു. എന്തുകൊണ്ട് അവരവിടെ സപ്പോർട്ട് ചെയ്യാത്ത? എന്തുകൊണ്ടാണ് ഈ അറബ് രാജ്യങ്ങൾ? ഇതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ആ ഒരു രാജ്യങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു സങ്കടമാണ് ഈ ഒരു രാജ്യം, അതായത് ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തുള്ള കേരളത്തിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഇവിടെയുള്ള ആൾക്കാർ, ഉദാഹരണത്തിന് ഇപ്പോൾ കേരളത്തിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ കേൾക്കും എന്ന് പറഞ്ഞുകൊണ്ടാണെന്ന് നോക്കാം. നമ്മുടെ ഹോണറബിൾ CM ആയ പിണറായി വിജയൻ നമ്മുടെ ഫോറിൻ മിനിസ്റ്ററിനോടോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിനോടോ അതായത് ഈ യുദ്ധം നിർത്തണം എന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇവർ പറയും തോന്നുന്നുണ്ടോ? അതായത് എന്താണോ അതായത് അവർക്ക് നല്ലത്, ഇന്ത്യക്ക് എന്താണോ നല്ലത് അതോ അവർ നിൽക്കുള്ളൂ. ഇന്ത്യ എന്തുകൊണ്ടും അതായത് ഇസ്രായേൽ പാലസ്തീൻ എന്ന് പറഞ്ഞ ഡബിൾ സ്റ്റാൻഡാണ് നിൽക്കുന്നതെങ്കിലും കൂടുതലും അതായത് ഇസ്രായേൽ വെപ്പൺസ് തന്നെ, അതായത് ഇന്ത്യൻ വെപ്പൺസ് തന്നെ ഇസ്രായേൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ന്യൂസ് എല്ലാം വന്നാണ്. അത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ട് കാലത്ത് കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വെപ്പൺസ് എല്ലാം തന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യ അയക്കുന്നത്? ഇതിനു മുമ്പും പലതവണ ഇസ്രായേൽ അതായത് ഇന്ത്യക്ക് പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ഇസ്രായേലാണ് ഡയറക്റ്റ് ആയി വെപ്പൺ അയച്ചത്. ഇനി പോട്ടെ, ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ നിർത്തും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതും ഇല്ല. അതെന്താണെന്ന് വെച്ചാൽ അതായത് ഇന്ത്യന്റെ പ്രഷർ ഉണ്ടെങ്കിൽ പോലും ഇസ്രായേലിനെ നിർത്തേണ്ട ആവശ്യമില്ല. അതായത് ലോകത്തിലെ സൂപ്പർ പവറായി കരുതപ്പെടുന്നത് അമേരിക്കയാണ്. അമേരിക്ക പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവർ നിർത്തുന്നില്ല. പിന്നെയാണോ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അമേരിക്കയാണ് അവർക്ക് ഫണ്ട് ചെയ്യുന്നത്, വെപ്പൺ ചെയ്യുന്നത്, എല്ലാം കൊടുക്കുന്നത് അമേരിക്കയാണ്. അമേരിക്ക, UK തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ ഒന്ന് അതായത് സ്ലോ ഡൗൺ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ പോലും അവരത് സമ്മതിച്ചില്ല. പിന്നെയാണോ ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഇന്ത്യ അതായത് സ്റ്റാറ്റസ് ഇട്ടിട്ടും സ്റ്റോറി ഇട്ടിട്ടൊന്നും ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലൂടെ വരാം. എന്തുകൊണ്ടാണ് അത് ഇറാൻ പേടിപ്പിക്കുന്നതല്ലാണ്ട് ഇതുവരെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു അറ്റാക്കും വന്നിട്ടില്ല? അതായത് അന്ന് കുറച്ച് അറ്റാക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ 99.9% ഫെയിലിയർ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇറാൻ എന്തുകൊണ്ടാണ് അടിക്കാത്തത്? ഇവിടെയുള്ള അതായത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെയും ആവശ്യം എല്ലാ അറബ് രാജ്യങ്ങളും ഒറ്റയടിക്ക് ഇസ്രായേലിനെ അടിച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമില്ലാതെ ആ രാജ്യം മൊത്തം പലസ്തീനിലെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം. ഇതാണ് അതായത് ഓരോ മലയാളികളുടെയും ഏറ്റവും കൂടുതൽ ആവശ്യം ഇത് തന്നെയാണ്. അപ്പോൾ പാലസ്തീനിലെ ജനങ്ങൾ അതായത് മരണപ്പെടുന്നത് സങ്കടം തന്നെയാണ്, അതിനെ കണ്ടം ചെയ്യണം. പക്ഷെ ഇറാൻ എന്തുകൊണ്ടാണ് അടിക്കാത്തത്? അതായത് എല്ലാ അറബ് രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ യുദ്ധം ഒന്ന് നിന്നേനെ. പക്ഷെ എന്തുകൊണ്ടാണ് ഇറാൻ അടിക്കാത്തത്? ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരു രാജ്യമുണ്ടെങ്കിൽ അത് റഷ്യ മാത്രമാണ്. അതിനുശേഷം പിന്നീട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ആരൊക്കെയാന്ന് വെച്ചാൽ ഒന്ന് ചൈന, ഇന്ത്യ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളാണ്. അത് ചെറിയ രാജ്യങ്ങളല്ല, ഇവരാണ് ഉള്ളത്. അപ്പോൾ അതായത് മിലിറ്ററി വെപ്പൺസിൽ അഡ്വാൻസ്ഡ് ആയി നിൽക്കുന്ന ഒരേ ഒരു രാജ്യം റഷ്യ മാത്രമാണ്. ഇപ്പോൾ റഷ്യ അതായത് ഇപ്പോൾ ഇറാൻ യുദ്ധത്തിലോട്ട് പോയി കഴിഞ്ഞാൽ റഷ്യക്ക് ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് വെപ്പൺ കൊടുത്ത് ഉപയോഗിക്കാന്ന് വെച്ചാൽ അതും ഫുൾ വെപ്പൺ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഒരു ഫുൾ ഫ്ലെഡ്ജ് വാർ റഷ്യയും ഇറാനും തയ്യാറല്ല. ഇത് ഇറാനും റഷ്യയും ഡിസ്കസ് ചെയ്തായിരിക്കും, ഇത് തയ്യാറല്ല. കാരണം അതായത് ഇപ്പോൾ ഉക്രൈനിൽ തന്നെ അതായത് ആ ഒരു യുദ്ധത്തിൽ തന്നെ ഉക്രൈൻ റഷ്യയുടെ ടെറിട്ടറിന്റെ ഉള്ളിൽ തന്നെ കയറി. ഇതുകൊണ്ടെന്താണ് അതായത് റഷ്യക്ക് അതായത് അത് വലിയൊരു കാര്യമായി റഷ്യ കരുതുന്നില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ കൂടുതലും നാറ്റോ വെപ്പൺസ് എല്ലാം തന്നെ അവിടെ ഉപയോഗിക്കുന്നുണ്ട് തന്നെ. റഷ്യന്റെ പ്രധാനപ്പെട്ട വെപ്പൺസ് ഇവിടേക്ക് കൊടുക്കുകയാണെങ്കിൽ അത് റഷ്യക്ക് അവിടെ വലിയ നഷ്ടമാവുന്നറിയാം. അതുകൊണ്ടാണ് റഷ്യ പറയുന്നത് അതായത് എല്ലാ കാര്യത്തിനും ഞങ്ങൾ ഒപ്പമുണ്ടെങ്കിലും പക്ഷെ വലിയ കാര്യത്തിൽ സഹായം റഷ്യന്റെ അടുത്ത് നിന്ന് കിട്ടില്ല എന്ന് ഇറാനെ നല്ലവണ്ണം അറിയാം. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് ഇന്ത്യയും ചൈനയും. അപ്പോൾ ഇന്ത്യ ഇസ്രായേൽ വേഴ്സസ് ഇറാൻ എന്ന് പറയുമ്പോൾ ഇറാനും സപ്പോർട്ട് ചെയ്യണം, ഇസ്രായേലിനും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്യും? അത് ഒരു സെപ്പറേറ്റ് പൊസിഷൻ എടുത്ത് ആരും അറിയാത്ത ചെറിയ ചെറിയ ഹെൽപ്പ് വേണമെങ്കിൽ കൊടുക്കും. അതുപോലെ തന്നെ ചൈന ഡയറക്റ്റ് ആയിട്ട് എന്തായാലും ഇപ്പോൾ യുദ്ധത്തിലോട്ട് കിടക്കില്ല. കാരണം ചൈന തായ്വാൻ ടെൻഷൻ അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇത് അതിലോട്ട് കടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നം ചൈനയ്ക്ക് ഉണ്ടാവും എന്നറിയാം. ഇതാണ് അമേരിക്ക ചെക്ക് വെക്കുന്നത്. അത് റഷ്യ യുദ്ധത്തിലോട്ട് വരികയാണെങ്കിൽ ഉക്രൈന് കൂടുതൽ സപ്പോർട്ട് ചെയ്തും കൂടുതൽ ഫണ്ട് ചെയ്തും അവിടെ റഷ്യനെ തോൽക്കും. അതുകൊണ്ട് റഷ്യ ഡയറക്റ്റ് ആയിട്ട് വരില്ല. ഇനി ചൈന ഇതിലോട്ട് കുതിക്കുകയാണെങ്കിൽ തായ്വാനിൽ കൂടുതലായി പ്രഷർ ഉണ്ടാക്കി ചൈനയ്ക്ക് പ്രശ്നം ഉണ്ടാക്കും. അതുപോലെ തന്നെ ജപ്പാൻ ഒരുമിച്ച് വിളിച്ച് ചൈനയ്ക്കെതിരെ വല്ല ചെയ്യും. ഇനി ഇന്ത്യ സപ്പോർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പാകിസ്ഥാൻ ഉണ്ട്. ഇപ്പോൾ അങ്ങനെ എല്ലാ രാജ്യങ്ങളെയും വെച്ച് ഇന്ത്യനെ ഇവിടെ പ്രഷർ ചെയ്യും. ഇത് തന്നെയാണ് അതായത് യഥാർത്ഥത്തിൽ അമേരിക്ക കളിക്കുന്ന വാർഫെയർ. ഇനി ഇതിനെല്ലാം എതിർത്ത് ഇപ്പോൾ ഇസ്രായേലിനെ ഇറാൻ അടിക്കാൻ നിൽക്കുക. അപ്പോൾ ഇറാന് ഡയറക്റ്റ് ആയിട്ട് ഇസ്രായേലുമായിട്ട് ബോർഡർ ഒന്നുമില്ല. അതായത് ഇറാൻ ഇസ്രായേലിനെ അടിക്കണമെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിനെ ആശ്രയിക്കണം. ഒന്നിൽ ജോർദൻ, സിറിയ അല്ലെങ്കിൽ സൗദി അറേബ്യ, ഇങ്ങനെ ഏതെങ്കിലും രാജ്യത്തിനെ ആശ്രയിക്കണം. സൗദി അറേബ്യ സമ്മതിക്കുമോ? ഇപ്പോൾ റീസെന്റ് ആയി വന്ന സൗദി അറേബ്യൻ റിപ്പോർട്ട് എന്താ? അതായത് ഇറാൻ ഏതെങ്കിലും രീതിയിൽ അതായത് അവരുടെ എയർ സ്ട്രൈക്കോ അല്ലെങ്കിൽ എയർ സ്പേസോ ഞങ്ങളുടെ എയർ സ്പേസിൽ കിടക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഞങ്ങൾ അത് ഷൂട്ട് ചെയ്തിടും, അതൊരു വലിയൊരു പ്രശ്നമായി മാറും എന്ന് സൗദി പ്രിൻസ്, ക്രൗൺ പ്രിൻസ് തന്നെ വാർണിംഗും കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടെന്നാണ് അതായത് ഇസ്രായേൽ വേഴ്സസ് ഇറാൻ എന്ന് പറയുന്ന യുദ്ധം വരികയാണെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും സൗദി അറേബ്യ സപ്പോർട്ട് ചെയ്യില്ല,
ഇതിന്റെ പ്രധാന കാര്യം അതായത് ഷിയ വേഴ്സസ് സണ്ണി എന്ന് പറയുന്ന ആ ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ട് അതായത് അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കില്ല, അതും പ്രത്യേകിച്ച് ഇറാന്റെ കൂടെ സുന്നി മുസ്ലിംസ് ഒന്നും തന്നെ നിൽക്കാൻ തയ്യാറല്ല, അതുപോലെ തന്നെ ആ രാജ്യങ്ങളും നിൽക്കാൻ തയ്യാറല്ല. ഇത് തന്നെയാണ് പ്രധാന പ്രശ്നം. ഇത് തന്നെ ഇറാൻ ഒരു പേടിയുണ്ട്, അതായത് എപ്പോഴേലും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഇറാൻ ഇപ്പോൾ കഷ്ടപ്പെട്ട് ന്യൂക്ലിയർ വെപ്പണും അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈൽ എല്ലാം തന്നെ അവർ ഉണ്ടാക്കി വരികയാണ്. അപ്പോൾ ന്യൂക്ലിയർ വെപ്പന്റെ അവസാന സ്റ്റേജിലൊക്കെ എത്തി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു യുദ്ധം തുടങ്ങുകയാണെങ്കിൽ അത് ഇസ്രായേലിനെ ആ ഇൻഫർമേഷൻ കൃത്യമായിട്ടുണ്ട്. എന്തെങ്കിലും രീതിയിലൊന്ന് അറ്റാക്കുകൾ തുടങ്ങി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ ടാർഗറ്റ് ചെയ്യുന്ന ഇതേ ന്യൂക്ലിയർ വെപ്പൺ ആയിരിക്കും. ഇത് തന്നെയാണ് അമേരിക്കൻ പ്ലാൻ ചെയ്യുന്നത്. എങ്ങനെയും ഇറാനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ആയിട്ട് അതായത് അവരുടെ ന്യൂക്ലിയർ വെപ്പൺ കളയാം എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യം കൊണ്ടാണ്. ഇതിന് പ്രധാന ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇറാൻ ഈ യുദ്ധത്തിലോട്ട് വരരുത് എന്ന് കരുതിയെങ്കിൽ ഇസ്മായിൽ ഹനിയ അതിനു മുമ്പ് എത്രയോ രാജ്യങ്ങൾ പോയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇറാനിൽ പോയപ്പോൾ തന്നെ അവിടെ വെച്ച് കൊന്നത്? ഇറാനെ എങ്ങനെയും ഈ യുദ്ധത്തിലോട്ട് കൊണ്ടുവരാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. അതിനുശേഷം ഇറാന്റെ എത്രയോ പേരെ അറ്റാക്ക് ചെയ്തു, ഫേമസ് ആയ ലീഡേഴ്സിനെ. എന്തുകൊണ്ട് ഇറാനിലെ ആയതുള്ള കൊമേനി ആയിക്കോട്ടെ ഇങ്ങനെ ഒരു രീതിയിലും അവരെ അറ്റാക്കുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതെല്ലാം തന്നെ നഷ്ടമാവുമെന്ന് പറയും. അതുപോലെ തന്നെ ലോകത്ത് കൂടുതൽ എക്കണോമിക് സാങ്ഷൻ വരികയാണെങ്കിൽ ഇപ്പോൾ വളർന്നു വരുന്ന ഇറാൻ പിന്നോട്ട് പോകും. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഇതേ പാലസ്തീന്റെ അവസ്ഥ തന്നെ ഇറാനിലോട്ടും വരുമെന്ന് അവർക്ക് നല്ലവണ്ണം അറിയാം. ഈ ഒരു യുദ്ധത്തിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ആദ്യത്തെ ദിവസം അറ്റാക്കുകൾ ഉണ്ടായി. ഈ ഒരു അറ്റാക്കിൽ ഏകദേശം അതായത് 1000 പേരോളം ആണ് അവർ പറഞ്ഞത്. അതായത് 200-300 പേരോളം ഹോസ്റ്റേജസ് ആയി പിടിച്ചുവിട്ടു. അങ്ങനെ എല്ലാ അറ്റാക്കുകളും ഉണ്ട്. ഇതുവരെ അതായത് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ അറ്റാക്കുകളിന് ശേഷം 1100 പേരോളം ഇസ്രായേൽ ആൾക്കാർ മരണപ്പെട്ടു എന്നാണ് ഇസ്രായേലിന്റെ ഒഫീഷ്യൽ റിപ്പോർട്ട് ഉള്ളത്. എന്നാൽ പാലസ്തീൻ ബോർഡിന്റെ എല്ലാം ഒഫീഷ്യൽ റിപ്പോർട്ട് പറയുന്നത് ഏകദേശം 39,000 പേരോളം മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. ടോട്ടൽ രണ്ട് രാജ്യത്തിന്റെയും കൂടെ നോക്കുകയാണെങ്കിൽ 41,000 പേരോളം കൂടെ ടോട്ടലായി ഈ യുദ്ധത്തിൽ മരണപ്പെട്ടു എന്നാണ് ഒഫീഷ്യൽ സംഖ്യ ഉള്ളത്. ഇസ്രായേൽ പറയുന്ന 39,000 ഒന്നുമില്ലാന്ന്, പക്ഷെ UN-ന്റെ അടക്കം കണക്കനുസരിച്ച് 41,000 പേരാണ് രണ്ട് സ്ഥലത്തു നിന്ന് മരണപ്പെട്ടത്. ഇസ്രായേലിന് എന്താ നഷ്ടം സംഭവിച്ചത്? ഒന്നും തന്നെ സംഭവിച്ചില്ല. എന്നാൽ പാലസ്തീന് സംഭവിച്ചോ? അതായത് അവരുടെ എൻറ്റയർ വീട് പോയി, നാട് പോയി. അതുപോലെ തന്നെ അവരുടെ ഹമാസിന്റെ ഫേമസ് ലീഡറായ ഹനിയ പോയി. ഇപ്പോഴും ഹമാസിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം തന്നെ യുദ്ധം എങ്ങനെയും അവസാനിപ്പിച്ചാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലെത്തി എന്നാണ് പറയുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇസ്രായേൽ അറ്റാക്കുകളൊന്നും കുറയ്ക്കുന്നില്ല. അതായത് ഇപ്പോൾ റീസെന്റ് ആയിട്ട് തന്നെ അതായത് വലിയൊരു ഹോസ്പിറ്റലിന്റെ മേലെ അറ്റാക്കുകൾ ഉണ്ടാക്കി, അതുപോലെ തന്നെ സ്കൂളിന്റെ മേലെ അറ്റാക്കുകൾ ഉണ്ടായി. ഇതിൽ തന്നെ 100 പേരൊക്കെ മരണപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ എന്താണ്, അതായത് ഹമാസ് കൃത്യമായി ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് പലരും പ്രതീക്ഷിച്ചത്. പക്ഷെ ഹമാസിന്റെ അടുത്ത് ഒരു പ്ലാനും ഇല്ലാതെയാണോ അവര് അറ്റാക്കുകൾ തുടങ്ങിയതും അതിന് പിന്നീട് ഇത്രയും വലിയൊരു സംഭവം സംഭവിച്ചതും. അവരുടെ പ്ലാൻ ഉണ്ടെങ്കിൽ അതായത് അവിടെയുള്ള ആൾക്കാരിലെന്ന് സപ്പോർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതും ഇതേ ഹമാസ് തന്നെയാണ്. പക്ഷെ അതിന് അവർ ഒരു പ്രൊസീജിയറും ഇല്ലാതെയാണ് അറ്റാക്കുകൾ തുടങ്ങിയതും ഇത്രയും വലിയൊരു യുദ്ധമായി ഇത്രയും മാസങ്ങൾ തുടങ്ങിയത്. ഇതിൽ ആകെ സപ്പോർട്ട് ചെയ്ത് ഹൂത്തി എന്ന് പറയുന്ന അവര്, അതായത് ഹിസ്ബുള്ളയ്ക്ക് വേണമെങ്കിൽ ഡയറക്റ്റായി വരാത്ത, പക്ഷെ ഹിസ്ബുള്ള വന്നില്ല. ഹൂത്തി എന്ന് പറയുന്ന അവര് ഒറ്റ ഒരാൾ മാത്രമാണ് ഇപ്പോൾ ഹമാസിനെ ഫുൾ സപ്പോർട്ടും കൊടുത്തത്, അല്ലാണ്ട് വേറെ ആരും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു സത്യം. അപ്പോൾ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയി തോന്നി, എന്തായാലും മിസ്റ്റേക്ക് ആയി തോന്നും. അപ്പോൾ അതല്ല നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക.